മൈക്ക് വരുന്നുണ്ട്. പിന്നെ സൗണ്ട് മൈക്ക് വെക്കുമ്പോ എപ്പോഴും വാഴയുടെ കണ്ടെങ്കിലും നോക്കില്ല. ഓക്കെ, ഇത് മോളിലാണ്. അങ്ങോട്ട് മൈക്ക് അങ്ങോട്ട് കേൾക്കും. വഴികളിലേക്കാണ് നിങ്ങളുടെ കൂടെ ചേരുന്നു നിയ, ആർത്തി, നിധ, അർജയെ, ഹാദിയ, അർജയെ, ശിഖ, ആര്യയെ, ദിയ, ആര്യയെ, അമീന, ആര്യയെ, ഹാഷിറ, ആര്യയെ, റിസ്വാന, അഞ്ജലി, ശിദ്ര, ആര്യയെ, നിധകളും പുസ്തക സഞ്ചിയിൽ മലങ്ങുന്ന പാട്ടിന്റെ പാലാഴിയും ഊർവക്കങ്ങളിലെ കുട്ടിക്കഥകളും. ഇത് നിങ്ങളുടെ സ്വന്തം സ്കൂൾ റേഡിയോ. നമ്മുടെ ഈ ശബ്ദകാഹളം ഏറെ പുതുമകളോടെ ഹരിശ്രീ കുറിക്കുകയായി. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒത്തിരി വാർത്താശകലങ്ങളും കവിതയും കുഞ്ഞു കഥയും അഭിമുഖങ്ങളും എല്ലാം നിറഞ്ഞ മനോഹരമായ ഒരു അധ്യായമാണ്. ഞാൻ ഫാത്തിമ അമീന ആലിയെ. തിരമാലകളെ എനിക്കിഷ്ടമാണ്. അതിന്റെ ഉയർച്ചയോ താഴ്ചയോ കണ്ടിട്ടല്ല, മറിച്ച് ഓരോ താഴ്ചയിൽ നിന്നും അത് ഉയർന്നു വരാൻ ശ്രമിക്കുന്നു. ഇത് മഹാനായ APJ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവും മറ്റു തിരമാലകളെ പോലെയാണ്. വർഷത്തെ വാർഷിക പരീക്ഷ ഏതാനും ദിവസങ്ങൾക്കകം ആരംഭിക്കുമെന്ന് ഇന്നത്തെ സ്കൂൾ അസംബ്ലിയിൽ പ്രധാന അധ്യാപകൻ ശ്രീ റഷീദ് മാസ്റ്റർ കുട്ടികളെ ഓർമ്മപ്പെടുത്തി. പരീക്ഷയ്ക്ക് മികച്ച രീതിയിൽ തയ്യാറാകാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. പഠനത്തെ ആധാരമാക്കി വിവിധ തരം മാഗസിനുകൾ പ്രദർശനം ചെയ്തു. DLED അധ്യാപകർ 25 വർഷത്തെ ട്രെയിനിങ് കാലാവധി പൂർത്തിയാക്കി ഈ സ്കൂളിൽ നിന്ന് നാളെ പടിയിറങ്ങും. അധ്യാപകരും വിദ്യാർത്ഥികളും സംയുക്തമായി അഞ്ചിയെ മിനഹ ഫാത്തിമ ആരയും. പ്രശസ്ത കവയത്രി സുഗതകുമാരിയുടെ ഏതാനും വരികളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴക്കായി തൊഴുതു നടുന്നു, അഴകിനായി തൊഴിലിനായി തേൻ പഴങ്ങൾക്കായി. ഒരു 100 തൈ നിറഞ്ഞു നടുന്നു, ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി. ഞാൻ റിസ്വാന അഞ്ജലി. ഇപ്പോൾ നമുക്കൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപക നമ്മുടെ വിദ്യാലയത്തിലെ ഓരോ മൺമനകളുടെ തുടിപ്പുകളും മനസ്സിലാക്കി വ്യത്യസ്തങ്ങളായ കൃഷി രീതികൾ ആവിഷ്കരിക്കാൻ മുന്നിട്ടിറങ്ങുന്നവരാണ് നമ്മുടെ ഓരോ അധ്യാപകരും. അവരിൽ മൺമരങ്ങളെ കുറിച്ചും കൃഷി രീതികളെ കുറിച്ചും പറയാൻ എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. കൃഷിയെടുപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നടത്തി 2 ദിവസം കുട്ടികൾക്ക് അത് ഉപയോഗിച്ചുള്ള കലകളൊക്കെ തയ്യാറാക്കി കൊടുക്കും. വളരെ സന്തോഷം തോന്നുന്ന ഒരു സാഹചര്യമാണ്. പഴക്കമുള്ള എന്നാണ് പലതരം കൃഷികൾ നമ്മൾ ചെയ്യുന്നു. അതിലൊക്കെ ഉപരി കൃഷിയാണ് നമ്മുടെ ജീവിതം എന്നത് നമ്മൾ ഓരോരുത്തരും അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അടുത്ത പരിപാടി അല്പസമയത്തിനുള്ളിൽ. വീട്ടിലേക്ക് വിളിച്ചു. കുട്ടിക്ക് സന്തോഷമായി. കൃത്യസമയത്ത് കുറുക്കന്റെ ഗുഹയിലെത്തി. നീ എനിക്ക് കുടിക്കാൻ തന്ന പാത്രം പ്രയാസപ്പെട്ടു. അയ്യോ പാവം,
നിനക്ക് പായസം കുടിക്കാൻ കഴിയുന്നില്ലേ? ഞാൻ കുടിക്കുന്നത് കണ്ടോ? ഒരു ദിവസം കൊക്ക് കുറുക്കനെ വിളിച്ചു. നല്ല മണമുള്ള മീൻകറി. വോയിസ് ഓഫ് BVUP പരിപാടികൾ ഇവിടെ അവസാനിക്കുന്നു. ഇന്ത്യയുടെ ശബ്ദമാണ് നമുക്ക് ഇന്നുള്ളത്. ഇത് വിദ്യാവാണി FM, വോയിസ് ഓഫ് BVUP, നിങ്ങളുടെ സ്വന്തം സ്കൂൾ റേഡിയോ. പറയാം, പങ്കുവയ്ക്കാം, വീണ്ടും പഠിച്ചുകൊണ്ടേയിരിക്കാം. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് BVUP ചുണ്ടമ്പറ്റ സ്കൂളിലെ റേഡിയോ നിലയത്തിലാണ്. റേഡിയോ നിലയത്തിൽ എന്നോടൊപ്പം ചേരുന്നു 6 ഈ ക്ലാസ്സിലെ സിനാസ്. RG-യാണ് ഇവിടുത്തെ. RG-യാണ് സിനാസ്. പറയൂ, എന്താണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ? അപ്പോൾ എന്തൊക്കെയാണ് ഇവിടുത്തെ ഉപകരണങ്ങളെന്ന് പരിചയപ്പെടുത്തി തരും. ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ എല്ലാ ക്ലാസ്സിലേക്കും കേൾക്കും. ഞങ്ങളിത് ചെയ്തിരുന്നു. ഇനി നമുക്ക് മാഷിനെ ചെയ്യണം അല്ലേ? ഓക്കെ, താങ്ക് യു. നമുക്കിനി ഉഷാറാക്കിയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ സെറ്റാണ് അല്ലേ? നല്ലൊരു റൂമുണ്ട്. അപ്പോൾ നമ്മുടെ FM സ്റ്റേഷന് ഇതാ ഇവിടെ ആരംഭിക്കുവാൻ പോവുകയാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളും ഉണ്ട്. അപ്പോൾ നമുക്ക് ആരംഭിക്കല്ലേ മോനെ? സിനാസ്, സിനാസിനോട് കൂടെ ഗുഡ് ഈവനിങ് BVUP ചുണ്ടമ്പറ്റ. എല്ലാവർക്കും സ്വാഗതം. ദിസ് ഈസ് യുവർ RJ MK ആസിഫ്, എന്നോട് കൂടെ സിനാസ്. നമുക്കിന്ന് വയലും വീടും എന്ന പരിപാടിയാണുള്ളത്. പരിപാടിയിൽ നമുക്കിന്ന് അവതരിപ്പിക്കാം